അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട്, ഈ അമൽ ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റിന് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ടെസ്റ്റിൽ പാസ്സാവുമെന്നതിൽ 100-ൽ 101% ഉറപ്പുള്ള കാര്യമാണ്. ഞാനത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇല്ലാത്തൊരു കാര്യം നിങ്ങളോട് വന്നിട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് 100-ൽ 101% റിസൾട്ട് കിട്ടിയ ഒരു അമലാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഡേറ്റുകൾ 10-ാം തീയതിയൊക്കെ ഡേറ്റുള്ള കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ചൊല്ലാനുള്ള ദുആ ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ ട്രിക്കാണ് ചെയ്തത് എന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയാണല്ലോ, താൻ പാതി ദൈവം പാതി. നമ്മൾ പരിശ്രമിക്കുകയും വേണം, ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ പാസ്സാവാൻ പറ്റും. ഭാഗ്യമാണ് എല്ലാത്തിനും. ഭാഗ്യം എന്നത് അള്ളാഹു തആല വിചാരിച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? ഭാഗ്യം തന്നെ വേണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന അനുഭവം കൊണ്ട് പറയാണ്, ഒരുപാട് നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഓടിക്കുന്നവരെ പോയിട്ട് ഫെയിലായി വന്ന ഘട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടൊരു അനുഭവമുള്ളവളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്ന ഈ അമലുകൾ നിങ്ങൾ ചെയ്തിട്ട് പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് ഓടിച്ചിട്ട് നമ്മൾ നല്ലൊരു തറ ആയിരിക്കണം ഉള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്ന് പോകുന്നെന്ന് നമ്മൾ RTOൻ്റെ മുന്നിലേക്കാണല്ലോ നമ്മൾ പോവുക. അപ്പോൾ നമ്മളെ ഫയലും കാര്യങ്ങളും, നമ്മളെ ID കാർഡ്, ഒരു പെന്നൊക്കെ നമ്മൾ എന്താക്കുക, കയ്യിൽ കരുതുക. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി, അവിടെ ചെന്നിട്ട് ഇങ്ങനെ തപ്പി തരാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലേണിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമാണല്ലോ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുക. ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും അല്ലേ? 4 വീലറും 2 വീലറും ആണെങ്കിലും ഫസ്റ്റ്, പിന്നെ ഇപ്പോൾ 2 വീലർ ആണെങ്കിൽ അവർക്ക് 2 വീലർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ 4 വീലർ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിലൂടെ നമ്മൾ ഓടിച്ചു കൊടുക്കുകയും വേണം അല്ലേ? ചിലപ്പോൾ നമുക്ക് ഹൈവേ പോലുള്ള റോഡായിരിക്കും കിട്ടുക, ചിലപ്പോൾ നമുക്ക് ഇടുങ്ങിയ വഴിയുള്ള റോഡായിരിക്കും കിട്ടുക, ചിലപ്പോൾ നമുക്ക് കുന്നുപോലത്തെ റോഡൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നല്ല റോഡ് കിട്ടാൻ. അപ്പോൾ നമ്മളെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളത്തെ സാറുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും വണ്ടി എങ്ങനെ നിർത്തണം എന്നുള്ളതൊക്കെ അല്ലേ? അപ്പോൾ നമ്മളെ സൈഡാക്കാൻ പറയുമ്പോൾ 4 ചക്രങ്ങളും ഒരിക്കലും റോഡിലായി പോകരുത്. സൈഡാക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ 4 ചക്രങ്ങളും റോഡിൻ്റെ പുറത്തേക്കായിട്ട് നിർത്തണം കേട്ടോ. ഒരിക്കലും റോഡിൽ നിർത്തരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ശ്രദ്ധിക്കാൻ. അപ്പോൾ ദുആ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റോഡിങ് ടെസ്റ്റിന് പോകുന്ന അന്ന് നമ്മൾ എന്താക്കുക? വണ്ടിയിൽ എന്തായാലും കയറുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഫസ്റ്റ് ആണ് ഇടണമെങ്കിൽ വണ്ടിയിലേക്ക് കയറൂലേ? വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് വണ്ടിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദുആ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏതാണ്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നുള്ളത് ചൊല്ലിയിട്ട് എന്താക്കുക? വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഇടുമ്പോൾ നമ്മളെ മുന്നിൽ RTO നമ്മളെങ്ങനെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ RTOനെ നോക്കാനേ പാടില്ല. ഈ ഇട്ട് കഴിയുന്ന വരെ RTOനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സ് പതറും, ടെൻഷനാവും, തെറ്റിപ്പോവും. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞതില്ലേ, ടെൻഷനാവും, പേടിച്ച് തെറ്റിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും RTOനെ നോക്കാൻ പാടില്ല. RTOനെ നോക്കാതെ നിങ്ങൾ കമ്പികൾ ശ്രദ്ധിച്ചിട്ട് ഇട്ടിട്ട് രക്ഷപ്പെടുക. അല്ലാഹു തആല എല്ലാവരെയും കഴിച്ചലാക്കട്ടെ. ആമീൻ. ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. ആദ്യം വണ്ടിയിൽ കയറുമ്പോൾ ഈ ദുആ ചൊല്ലുക. രണ്ടാമത്തത്, നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്ടിക്കണമെന്ന് ചെക്ക് ചെയ്യണം. സീറ്റ് ബെൽറ്റ് ഇട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ആദ്യം വണ്ടിയിൽ കയറിയാൽ ഡോർ അടക്കുക, രണ്ടാമത്തെ സീറ്റ് ബെൽറ്റ് ചെക്ക് ചെയ്യുക, മൂന്നാമത്തെ മിറർ ചെക്ക് ചെയ്യുക, നടുവത്തെ മിററും സൈഡും ലെഫ്റ്റ് റൈറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, കാരണം അതൊക്കെ അവർ നിങ്ങളെ വാച്ച് ചെയ്യും. പിന്നെ ഹാൻഡ് ബ്രേക്ക് നോക്കുക, കറക്റ്റാണോ താത്തിയോ എന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ചിലവരെന്താക്കും, വണ്ടീൻ്റെ ചാവി ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും, ഓണാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുക. ഇത് റോഡിലേക്കുള്ള കാരണം കേട്ടോ. നമ്മൾ ഇൻഡിക്കേറ്റർ വലത് ഭാഗത്തേക്ക് ഇട്ടിട്ട് റോഡിലേക്ക് ഓടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ വലത് ഭാഗത്തേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. ഈ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. പിന്നെ സീബ്ര ലൈനിൽ കൂടെയാണ് നമ്മൾ വാഹനത്തിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ സീബ്ര ലൈനിൽ കൂടെ അവിടെ എത്തിയാൽ, നമ്മളിങ്ങനെ വാഹനത്തിൽ ഓടിച്ചുകൊണ്ട് പോകുമല്ലോ, സീബ്ര ലൈനിലെത്തിയാൽ കൃത്യമായിട്ട് വരയിൽ കൃത്യമായിട്ട് അവിടെ മുന്നിൽ നിർത്തണം. കാരണം ആളുകൾ പോകുന്നുണ്ടെങ്കിൽ
അമ്മാരെ മുറിച്ച് കടക്കരുത്, അവർക്ക് പോകാനുള്ള വഴി കൊടുക്കണം. അവരൊക്കെ നമ്മളെ ഈ RTO ഇതൊക്കെ നമ്മളെ വാച്ച് ചെയ്യും. മനസ്സിലായില്ലേ? സീബ്ര ലൈനിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക, എന്നിട്ട് എടുത്ത് കാണിക്കുക. കാരണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ വാച്ച് ചെയ്യും. രണ്ടാമത്തെ, നമ്മൾ സ്കൂൾ ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു 10-20 മീറ്റർ ബാക്കിൽ വേണം നമ്മൾ നിർത്താൻ. കാരണം നമ്മൾ മനസ്സിലാക്കണം, കുട്ടികൾ ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റോഡ് ലിമിറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കുക, അതൊക്കെ അവർ നമ്മളെ വാച്ച് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ ഫെയിലാവുന്ന 3 കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഒന്നാമത്തത് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുക. ഇൻഡിക്കേറ്റർ ഇടാതെ ഒരിക്കലും തിരിയാൻ പാടില്ല. പിന്നെ സീബ്ര ലൈനിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നിർത്താതെ പോയാൽ, പിന്നെ മിറർ നോക്കാതെ റിവേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്താക്കും, ഫെയിലായി പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ഫസ്റ്റ് ഞാൻ ദുആ ചൊല്ലി കയറാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് RTO ഇങ്ങനെ ഇരിക്കുകയാണ്. RTOനെ കണ്ടാൽ ടെൻഷനോ പേടിയോ ഒന്നും പാടില്ല. നേരെ കണ്ടാൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊരു വാക്ക് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻറ്റ് കിട്ടും. അവർ എങ്ങനെയുള്ള RTO ആയിക്കോട്ടെ. ചില RTOനെ കണ്ടാൽ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, കാരണം മുഖഭാഗം കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്ക് മനസ്സിലാവുമല്ലോ സ്ട്രോങ് ആയിരിക്കുന്നത്. പക്ഷേ നമ്മളെ കോൺഫിഡൻസോടുകൂടി അവരോട് നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളോടൊരു അത് വരും. കാരണം അനുഭവം കൊണ്ട് പറഞ്ഞു തരികയാണ്. മനസ്സിലായില്ലേ? നമ്മളോടൊരു ആ കുട്ടി ഉഷാറാണെന്നുള്ളൊരു റെസ്പെക്റ്റ് നമ്മളോട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെന്താ ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ദുആ ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദുആ നമ്മൾ ചൊല്ലണം. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന അന്ന് നിങ്ങൾ ഒരു സുബ്ഹിൻ്റെ മുമ്പ് ഒരു 3:30 അല്ലെങ്കിൽ 4 മണിക്കോ എണീക്കണം. തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കണം. ഒന്നാമത്തെ കാര്യം, തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കണം. രണ്ടാമത്തെ കാര്യം, തഹജ്ജുദ് നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആലയോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ശേഷം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു തആലയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ സുബ്ഹി നിസ്കരിക്കുക. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യണം. എന്തുകൊണ്ടാണ് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യണം എന്ന് പറയുന്നത്? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അത് കഴിഞ്ഞ് ഒന്നാമത്തേത് തഹജ്ജുദ് നിസ്കരിക്കുക, അതിനുശേഷം ദുആ ചെയ്യുക. രണ്ടാമത്തേത് സുബ്ഹി നിസ്കരിക്കുക, അതിനുശേഷം യാസീൻ ഓതുക. യാസീൻ ഓതി ദുആ ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ പവിത്ര നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ഇതൊക്കെ ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തിനാണെന്നറിയോ? പെട്ടെന്ന് അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും എന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതിന് ശേഷം നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? യാ ഫത്താഹു യാ അല്ലാഹ് എന്നാണ്. യാ ഫത്താഹു യാ അല്ലാഹ് എന്നത് 33 വട്ടം ചൊല്ലണം. മനസ്സിലായില്ല? യാ ഫത്താഹു യാ അല്ലാഹ് 33 വട്ടം. പിന്നെ യാ നാസ്വിറു യാ അല്ലാഹ്, യാ നാസ്വിറു യാ അല്ലാഹ് 33 വട്ടം ചൊല്ലുക. മനസ്സിലായി? യാ ഫത്താഹു 33 വട്ടം, യാ നാസിറു യാ അല്ലാഹ് 33 വട്ടം ചൊല്ലുക. പിന്നീട് ഇത് രണ്ടും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പോവാൻ വേണ്ടി പുറത്തിറങ്ങൂലേ, നമ്മളിതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പോകാൻ ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവാൻ വേണ്ടി പുറത്തിറങ്ങുന്നത് സമയം ഒരു വട്ടം ആയത്തുൽ കുർസി ഓതി നെഞ്ചിലൂത്. ഒരു വട്ടം ആയത്തുൽ കുർസി ഓതി നെഞ്ചിൽ ഊതിയിട്ട് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി ധൈര്യമായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിങ്ങളെ വിജയിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. വണ്ടിയിൽ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സുബ്ഹാനല്ലദി ആ ദുആവും ചൊല്ലുക. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് അന്ന് ദിവസം എന്താണ്, തഹജ്ജുദിന് എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ശേഷം സുബ്ഹി നിസ്കരിക്കുക, സുബ്ഹി നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുക. യാസീൻ ഓതുക, യാസീൻ ഓതിയതിന് ശേഷം പ്രാർത്ഥിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമമായ അസ്മാഉൽ ഹുസ്ന ഓതുക, അതിനുശേഷം പ്രാർത്ഥിക്കുക. പിന്നെ അല്ലാഹു തആലയോടെ പവിത്രമായ നാമങ്ങളായ യാ നാസ്വിറു യാ അല്ലാഹ് 33 വട്ടം, യാ ഫത്താഹു യാ അല്ലാഹ് 33 വട്ടം എന്നിവ ചൊല്ലുക. പിന്നീട് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയം ഒരു വട്ടം ആയത്തുൽ കുർസി ഓതിയതിന് ശേഷം നെഞ്ഞത്ത് ഊതുക. എന്നിട്ട് വണ്ടിയിൽ കയറുന്നതിന് മുമ്പ്
സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറഞ്ഞ ദുആ മുന്നിൽ പറഞ്ഞിരുന്നു. അതും കൂടി നിങ്ങൾ ചൊല്ലിയിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് വിജയം കിട്ടുമെന്നതിൽ 100-ൽ 101% ഉറപ്പുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകുന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.